ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. സൂറത്തു ത്വാഹ 42-ാമത്തെ ആയത്ത് മുതൽ 46-ാമത്തെ വചനം വരെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഇദ്ഹബ് അൻത, ഇദ്ഹബ് ഈ പദത്തിൽ ഹംസത്തുൽ വസ്ലിന് കസ്റ് കൊടുക്കണം. വ്യാകരണ നിയമപ്രകാരം ഫിഅലിൽ ഹംസത്തുൽ വസ്ല് തുടക്കത്തിൽ വരുമ്പോൾ മൂന്നാമത്തെ അക്ഷരത്തിന് ദമ്മുണ്ടെങ്കിൽ ഹംസക്ക് ദമ്മും അല്ലെങ്കിൽ കസ്റും എന്നതാണ്. സാലിസുൽ ഫിഅൽ മദ്മൂമാണെങ്കിൽ ഹംസക്ക് ദമ്മ് കൊടുക്കുക, അല്ലെങ്കിൽ അഥവാ മഫ്തൂഹോ മക്സൂറോ ആണെങ്കിൽ ഹംസക്ക് കസ്ർ കൊടുക്കണം എന്നതാണ് നിയമം. ഇദ്ഹബ് എന്ന് കസ്ർ കൊടുത്ത് ഉച്ചരിക്കുക. ഇവിടെ വസ്ലിൻ്റെ ഹംസയാണ്. തൊട്ടു മുമ്പിലുള്ള വചനവുമായി ചേർത്തോതുമ്പോൾ വസ്ത്വനഅതുക ലിനഫ്സി ഇദ്ഹബ് എന്ന് ചേർത്തോതേണ്ടതാണ്. ദീർഘാക്ഷരമായ യാവും ഒഴിവാക്കപ്പെടുമെന്നർത്ഥം. ഇദ്ഹബ് ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലിൻ്റെ അറ്റവുമാണ് മഖ്റജ്. അയവോടുകൂടി റഹാവത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരം ഇദ്ഹബ്. ബാഇന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. മജ്ഹൂറായ ജഹറിൻ്റെ അക്ഷരമാണ്. അങ്ങനെ പല സിഫത്തുകളുമുണ്ട്. ചുരുക്കി പറയാം, ഇദ്ഹബ് അൻത എന്ന് വ്യക്തമാക്കി ഹറക്കത്ത് പോലെ ബാഇൻ്റെ സുക്കൂനിനെ ഉച്ചരിക്കുക. അൻത ഈ പദത്തിലെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിക്കണം, അവ്യക്തമാക്കി മണിക്കുക. അൻ എന്ന് പറയുക, അൻ എന്ന് ക്ലിയർ ആക്കരുത്. അൻത വഅഖൂക ഖാ ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. നിസ്ബിയ തഫ്ഖീം അതിനും വരുന്നതാണ്. വഅഖൂക കാഫ് ഇസ്തിഫാലിൻ്റെ അക്ഷരമാണല്ലോ. കൂടാതെ ഹംസ്, ഷിദ്ദ തുടങ്ങിയ സിഫത്തുകളൊക്കെ അതിനുണ്ട്. അപ്പോൾ ഇദ്ഹബ് അൻത വഅഖൂക ബിആയാതി, ബിആയാതി എന്ന് പറയുന്നത് ബിആയാതി. എല്ലാ ഇസ്തിഫാലിൻ്റെ ഹർഫുകളും തർക്കീഖോടുകൂടി ഉച്ചരിക്കണം. അവയ്ക്ക് ദീർഘം വരുമ്പോൾ അത് ആ ദീർഘത്തിലും അലിഫിലും തർക്കീഖുണ്ടായിരിക്കും. അലിഫ് നൽകി ദീർഘിപ്പിക്കുമ്പോൾ വലാ തനിയ, വലാ തനിയ ഫീ ദിക്രി, വലാ തനിയ എന്ന് പറയേണ്ട, വലാ തനിയ ഫീ ദിക്രി, ദിക്രി. കാഫ് ഷദീദും മഹ്മൂസുമാണ്. ഷിദ്ദ, ഹംസ് തുടങ്ങിയ സിഫത്തുകളുണ്ടെന്ന് പറഞ്ഞു. ദിക്, ദിക്രി, ദിക് എന്ന ശബ്ദത്തിന് ചലനം വരരുത്. എന്നാൽ തീരെ കേൾക്കാതെ ദിക്രി, ദിക്രി എന്നും പറയരുത്. ദിക്രി, ദിക്രി. ഇദ്ഹബ ഇലാ ഫിർഔൻ, കഴിഞ്ഞ വചനത്തിലേതുപോലെ തന്നെ ഹംസക്ക് കസ്ർ ചേർത്തോതുമ്പോൾ ഫീ ദിക്രി ഇദ്ഹബ എന്ന് ചേർത്തോതുകയും വേണം. ഇദ്ഹബ ഇവിടെ അലിഫിന് ദീർഘാക്ഷരമായ അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ മദ് മുൻഫസിൽ ജായിസ് നൽകി ദീർഘിപ്പിക്കേണ്ടതാണ്. ഇദ്ഹബ എന്ന്. ശേഷം ഹംസ അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ വന്നു എന്നതാണ് അതിനുള്ള കാരണം. ഇദ്ഹബ ഇലാ ഫിർഔന, ഫിർഔന റായിന് തർക്കീഖാണ്. സുക്കൂനും തൊട്ടുമുമ്പിൽ സ്ഥിരപ്പെട്ട് കസ്റുമുണ്ട് എന്ന കാരണത്താൽ ഫിർഔന ഇന്നഹു തഗാ, നൂൻ മുശദ്ദദയെ മണിക്കുക. ഹ ളമീറിനെ മദ്ദുസിലത്തിൽ സുഗ്റ, മദ്ദുസിലത്തിൽ സുഗ്റ നൽകി 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. തഗാ ഈ പദം പ്രത്യേകം ശ്രദ്ധിക്കുക. താ ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്, ഇത്ബാഖിൻ്റെ അക്ഷരമാണ്, കടുപ്പത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. താ, താ, തഗാ. അതേപോലെ ഗൈനും ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. ഇവക്കൊക്കെ തഫ്ഖീമാണ്, താഇനും ഗൈനും. ഇനി ഈ ഗൈനിനെ ദീർഘിപ്പിക്കുന്ന അലിഫ് തഗാ എന്ന് ഉള്ള ആ അലിഫ് മക്സൂർ ഉണ്ടല്ലോ, ആ അലിഫ് ഉച്ചാരണത്തിൽ അലിഫ് തന്നെ, വ്യത്യാസമില്ല. ആ അലിഫിനും തഫ്ഖീമാണ്. തഗാ, തഗാ എന്ന് പൂർണ്ണമായും തഫ്ഖീമോടുകൂടി ഉച്ചരിക്കുവാൻ ശ്രദ്ധിക്കുക.
فقولا له قولا. ഫഖൂല ആവർത്തിച്ച് വരുന്ന ഖാഫ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ് ഇസ്തിഅലാഇൻ്റെ. ആദ്യത്തേതിന് ളമ്മാണ് നിസ്ബിയായ തഫ്ഖീം. ഫഖൂല ലഹു ഖൗല ഖൗലൻ ലയ്യിന ലയ്യിനൻ ലഅല്ല. രണ്ട് തവണ തൻവീനും ശേഷം ലാമും വരുന്നു. ഇദ്ഗാം ബിഗൈരി ഗുന്ന കാമിൽ. തൻവീനിന് ശേഷമുള്ള ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. فقولا له قولا لينا لعله يتذكر أو يخشى എന്ന് പാരായണം ചെയ്യുക. ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ. യതദക്കറു എന്ന് പറയുമ്പോൾ റാഇന് തഫ്ഖീമുണ്ട്. ഔ യഖ്ഷ ഇതിൽ ഖാഇനും തഫ്ഖീമുണ്ട്. തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. താരതമ്യേന കുറവാണ്. ബാക്കിയുള്ളവയ്ക്കൊക്കെയും തർക്കീഖാണ്. അപ്പോൾ യതദക്കറു ഔ യഖ്ഷ എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. ഖാല റബ്ബന റാഹ് തടിപ്പിച്ച് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. റബ്ബന എന്നതിലെ അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ഇന്നന നൂൻ മുഷദ്ദദയെ മണിക്കണം. ഇന്നന നഖാഫു ഖാഇനും അലിഫിനും തഫ്ഖീം. നഖാഫു അൻ യഫ്റുത അലൈന യഫ്റുത റാഇന് തഫ്ഖീമുണ്ട്. ത്വാഇനും പൂർണ്ണമായ തഫ്ഖീം. യഫ്റുത ശ്രദ്ധിച്ച് ഓതുക. അൻ യഫ്റുത എന്ന് പറയുമ്പോൾ സാക്കിനത്ത നൂനും ശേഷം യാവുമാണ്. ഇദ്ഗാം ബി ഗുന്ന നാഖിസ് നൽകി നൂനിനെ യാഇൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. അൻ യഫ്റുത അലൈന ഇതിൽ അന്ത്യത്തിലുള്ള അലിഫിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി ദീർഘിപ്പിക്കുകയാണ്. അലൈന ഔ അൻ യത്ഗ ഔ അൻ അവിടെയും ഇദ്ഗാം ബി ഗുന്ന നാഖിസ് നൂനിനെ യാഇൽ ലയിപ്പിക്കുന്നു. അൻ യത്ഗ ത്വാഇന് സുകൂൻ വന്നിട്ടുണ്ട്. ഖൽഖല സുഗ്റ എന്നാൽ അതോടൊപ്പം തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. ഗൈനു നേരത്തെ പറഞ്ഞതാണ്. ഗൈനും അതിൻ്റെ അലിഫും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. ഖാല ലാ തഖാഫ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ലാ എന്നതിലുള്ള അലിഫ്, തഖാ എന്നതിലുള്ള ഖാഇൻ്റെ അലിഫ്, ഫ എന്നതിൽ ഫാഇൻ്റെ അലിഫ് 3 അലിഫുകളാണ്. ഇതിൽ ഇടയ്ക്ക് വന്ന ഖാഇൻ്റെ അലിഫിന് തഫ്ഖീമാണ്. എന്നാൽ മറ്റ് അലിഫുകൾക്ക് നേർ വിപരീതമായ തർക്കീഖാണ്. അഥവാ ഖാഇ തഫ്ഖീം ചെയ്യേണ്ടത് കൊണ്ട് അലിഫിനും തഫ്ഖീം, മറ്റക്ഷരങ്ങൾക്ക് തർക്കീഖായതുകൊണ്ട് അതിൻ്റെ അലിഫിനും തർക്കീഖ്. ഖാല എന്ന് പറഞ്ഞപ്പോൾ ഖാഫിൻ്റെ അലിഫ് അവിടെയും തഫ്ഖീമുണ്ട് കേട്ടോ. ഖാല ലാ തഖാഫ ഖാല ലാ തഖാഫ വഖഫ് ചെയ്യാം. അല്ലെങ്കിൽ ലാ തഖാഫ ഇന്നനി മദ് മുൻഫസിൽ ജായിസ് നൽകി അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നീട്ടാം. ഇന്നനി നൂൻ മുഷദ്ദദയെ മണിക്കുക. മഅകുമാ ഐന് അസ്മഉ അവിടെയും ഐന് ശ്രദ്ധിച്ച് ഐന് വ്യക്തമായി ഉച്ചരിക്കുക. മഅകുമാ ഇതിലുള്ള ദീർഘം മദ് മുൻഫസിൽ ജായിസ് അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. അസ്മഉ വ അറാ അസ്മഉ വ അറാ അറാ ഹംസക്ക് തർക്കീഖാണ്. റാഇനും അലിഫിനും തഫ്ഖീം. പ്രത്യേകം ശ്രദ്ധിച്ച് അക്ഷരങ്ങളെ വ്യക്തമാക്കി അവയ്ക്ക് നൽകേണ്ട എല്ലാ സിഫാത്തുകളും പൂർണ്ണമായി നൽകി മഖ്റജിൽ നിന്ന് കൃത്യമായി ഉച്ചരിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. اذهب أنت وأخوك بآياتي ولا تنيا في ذكري. اذهبا إلى
فرعون إنه طغى فقولا له قولا لينا لعله يتذكر أو يخشى قالا ربنا إننا نخاف أن يفرط علينا أو أن يطغى قال لا تخافا إنني معكما